തതോ യോഷിത് ക്രമേണൈവ മാസി മാസി രജസ്വല ചതുർത്ഥേ ദിവസേ സ്നാത്വാ ശുദ്ധ ഹോമാദിനാ ഭവേത്. തതഃ അനന്തരം, ഈ ഇനി വരുന്ന ഭാഗം സ്ത്രീയെക്കുറിച്ച് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് നാം കുറച്ചുകൂടി അതിനെ ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കണം. യോഷിദ് എന്ന് പറഞ്ഞ സ്ത്രീ, അനന്തരം സ്ത്രീ ക്രമേണ ഏവ, ക്രമമായി തന്നെ, മാസി മാസം തോറും രജസ്വലയായിട്ട് തീരും, ഋതുമതിയായിട്ട് തീരും, തീണ്ടാരിയായിട്ട് തീരും. തീണ്ടാരി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ശരിക്കും? സ്പർശിക്കാൻ പറ്റാത്തവള്. പക്ഷേ ആ വാക്ക് അതുകൊണ്ട് തന്നെ വളരെ ഉപയോഗത്തിന് കൊള്ളാത്ത വാക്കാണ്. അപ്പം അതുകൊണ്ട് ചില വാക്കുകൾ വരുന്നതോടുകൂടിയിട്ട് സ്ത്രീകൾക്ക് ഒരു അവമതി, താഴ്ചയുണ്ടാക്കുന്ന വാക്കുകളാണ് ചില പദങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പദങ്ങൾ നമ്മൾ എടുത്തു കളയുന്നതാണ് നല്ലത്. അതുകൊണ്ട് രജസ്വലയായിട്ട് ഋതുമതിയായി കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു സ്ത്രീ ഋതുമതിയാകും. ആദ്യത്തെ പ്രാവശ്യം ഋതുമതിയാകുമ്പോൾ 7 ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം കുളിച്ച് വൃത്തിയായിട്ട് അവൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ മാസാമാസം ഇതുണ്ടാകുമ്പോൾ 7 ദിവസം വേണ്ട, 4-ാം ദിവസം എന്നാണ് ഗുരു പറയുന്നത്. സ്നാത്വ, കുളിച്ചിട്ട്, ഹോമാദി കർമ്മം കൊണ്ട് ശുദ്ധയായിട്ട് ഭവിക്കും. ഇത്രയും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ആദ്യകാലത്ത് ഇന്ന് പറയുന്നത് പോലെ ഒക്കെ ഉള്ള ഒരു ക്ലൻലിനെസ്, ഒരു ശുദ്ധി അതിൽ ഏർപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഒരു 100 വർഷം മുമ്പ് സ്ത്രീകൾക്ക് നാപ്കിനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർ ഇത് വളരെ ഇതായിട്ട് പറയുകയാണ് ഞാൻ. ഇന്ന് അതൊക്കെ കുറച്ചുകൂടി ശുദ്ധിയായിട്ട് കൊണ്ടു നടക്കാനുള്ള സംവിധാനങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. ഒരു 100 വർഷം മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു സ്ത്രീ എവിടെ മൂത്രമൊഴിക്കും? ഇന്ന് അതൊക്കെ മാറിപ്പോയില്ലേ? കാലങ്ങൾ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചതുർത്ഥേ, 4-ാമത്തെ ദിവസം കുളിക്കണമെന്ന് പറയുന്നത് ഔചിത്യമില്ല. 100 വർഷം മുമ്പ് എഴുതിയ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ചുകൂടി മാറ്റങ്ങൾ ധർമ്മശാസ്ത്രത്തിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് വരുത്താവുന്നതാണ്. ധർമ്മശാസ്ത്രത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അത് ഉചിതമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ശുദ്ധമായിട്ട് വെക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം എവിടെയുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ പോകുന്നിടത്ത്, നിങ്ങളുടെ ഓഫീസിൽ നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ശുദ്ധമായിട്ട് വെക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യാം. എന്നാൽ അശുദ്ധയായിട്ട് തന്നെ ദിവസം മുഴുവനും അങ്ങനെ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് 4-ാം ദിവസം കുളിക്കുക എന്ന് പറയുന്നത് പഴയകാല ഒരു ചിന്തയാണ്. ഹോമാദി കർമ്മം നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടോ? ഹോമാദി കർമ്മം വേണമെങ്കിൽ ചെയ്യാം. ഗുരു ലഘു ഹോമം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, ഹോമമന്ത്രം എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ട് ഹോമം ചെയ്തിട്ട് ശുദ്ധയായിട്ട് ഭവിക്കും. ഈ ശുദ്ധി എന്നത് കുറച്ചുകൂടി നമ്മൾ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും പ്രത്യേകം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് ബയോളജിക്കലായിട്ടുള്ള, ജീവശാസ്ത്രപരമായിട്ടുള്ള, ജൈവികമായ അശുദ്ധിയാണ്. അത് മലിനരക്തം എന്ന രീതിയിലാണ് അത് പോണത്. അതുകൊണ്ട് ഒരു സ്ത്രീ മാനസികമായി അശുദ്ധയാകുന്നില്ല, മാനസികമായിട്ട് അശുദ്ധയായിട്ട് തീരുന്നില്ല. അപ്പൊ ശുദ്ധിയുടെ ബാഹ്യതലത്തിൽ വരുന്ന ഒരു പ്രശ്നം ഒരു സ്ത്രീക്ക് മാസം തോറും ഉണ്ടാകുന്നു. അത് ഇന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ മുമ്പത്തേക്കാളും നല്ലവണ്ണമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അശുദ്ധി ഏറെ കൊട്ടിഘോഷിക്കുന്നത് തെറ്റാണ്. നമുക്ക് ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാനിറ്ററി ഫെസിലിറ്റീസ് ഒക്കെ ഇന്നുള്ളത് കൊണ്ട് ഇതിനെ കുറച്ചൊക്കെ നമുക്ക് മാറ്റം വരുത്തിയിട്ട്
യാത്ര ചെയ്യാവുന്നതും കുളിക്കാവുന്നതും ഒക്കെ ആവശ്യമാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ഈ മലിന രക്തം യാത്ര ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോകാം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു പ്രിക്വേഷൻ എടുക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ അത് നടക്കുന്നിടത്തൊക്കെ പോകാം. അതുകൊണ്ടൊരു പ്രിക്വേഷൻ എടുക്കുമായിരുന്നു. ഇന്ന് അത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്.